എല്ലാവരും കഴിഞ്ഞ 4 ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടിരിക്കുമായിരിക്കുമല്ലോ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്താലോ? സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ സയൻസിലെ 5th ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിൻ്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. നമ്മൾ കഴിഞ്ഞ 4 ചാപ്റ്റേഴ്സിലൊക്കെ അത്യാവശ്യം കമ്പ്യൂട്ടർ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ ഫേസസ് ഒക്കെ പഠിച്ചു, പ്രോബ്ലം സോൾവ് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. അങ്ങനെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ഒരു ലാംഗ്വേജ് അങ്ങ് എടുത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് C++ ആണ്. ഓക്കെ, അപ്പോൾ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. ആകെ 3 ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത് C++ ക്യാരക്ടർ സെറ്റ്. അത് കഴിഞ്ഞ് ടോക്കൺസ്, 5 ടോക്കൺസ് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇങ്ങനെ 3 ടോപ്പിക്സ് ആണ് നമുക്ക് ആകെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ പറയുന്നത്? ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. അപ്പോൾ എന്താണ് C++ എന്ന് പറയുന്നത്? C++ is a powerful object-oriented programming language developed by Björn Stroustrup. It is considered as high-level language. C++ is an extension of C language, which is a procedure-oriented language. Okay. അപ്പോൾ C++ എന്ന് പറയുന്നത് നമ്മുടെ സി എല്ലാവർക്കും പരിചയമുണ്ടാവുമല്ലോ. സി എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, ആ സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് C++ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. C++ എന്ന് പറയുമ്പോഴേക്കും അതൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് മാറി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഏത് ടൈപ്പ് ലാംഗ്വേജ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ C++ എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. വളരെ പവർഫുള്ളാണ്, സിമ്പിളാണ്, നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. ഏകദേശം സിൻ്റെ അതേ ടൈപ്പ് തന്നെയാണ് C++ വരുന്നത്. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ബ്യാൺ സ്ട്രോപ്സ്ട്രോപ്പ് എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ ഇതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണ്, ലോ ലെവൽ ലാംഗ്വേജ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ലൈക്ക് സ്റ്റേറ്റ്സ്മെൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഏത്? ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മുടെ C++ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് അവിടെ ആരുടെ ഹെൽപ്പ് വേണം? ഒരു കമ്പൈലറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും അല്ലെ? ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ഹെൽപ്പ് നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് പറയുന്നത്. ചെറിയൊരു ഇൻട്രോ കിട്ടിയാലോ എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ക്യാരക്ടർ സെറ്റ്? നമ്മുടെ ഏതൊരു ലാംഗ്വേജ്, ഇപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം, തമിഴ്, ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്തായിരിക്കും? അതിൻ്റെ ആൽഫബറ്റ്സ് ആയിരിക്കും, അക്ഷരങ്ങളായിരിക്കും നമ്മൾ ആദ്യം പഠിക്കുക അല്ലേ? സെയിം കോൺസെപ്റ്റ് തന്നെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുമ്പോഴും ആദ്യം നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ആൽഫബറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ ഈ ഒരു ആൽഫബറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ സെറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, C++ has some its own alphabets. In programming language we call it as character set. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സെറ്റിൽ എന്തൊക്കെയുണ്ട്? നമുക്ക് ലെറ്റേഴ്സ് വരുന്നുണ്ട്, ഡിജിറ്റ്സ് വരുന്നുണ്ട്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസസ്. എന്താണ് നമുക്ക് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള ലെറ്റേഴ്സ് ഒക്കെ, A to Z വരെയുള്ള ലെറ്റേഴ്സ്. ഓക്കെ, ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കീബോർഡിൽ കാണുന്ന എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും, അതായത് ഫുൾ സ്റ്റോപ്പ്, കോമ, കോളൻ, സെമി കോളൻ, ഹൈഫൺ, ഇങ്ങനെയുള്ള എല്ലാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, എന്താണ്? വൈറ്റ് സ്പേസസ്. വൈറ്റ് സ്പേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാങ്ക് സ്പേസസ്. ഒരു വേർഡ് കഴിഞ്ഞ് നമ്മളൊരു സ്പേസ് ഇട്ടിട്ടല്ല അടുത്ത് എഴുതുക. ആ ഒരു സ്പേസ് പോലും ഇവർ ഈ ഒരു ക്യാരക്ടർ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ക്യാരക്ടർ സെറ്റിൽ വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മുടെ C++ൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ്. ഓക്കെ, നമ്മുടെ C++ൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാരക്ടർ സെറ്റാണ്. ഇത്രേ ഉള്ളൂ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്. കണ്ടോ, അത്രയും സിമ്പിളാണ്. നമ്മുടെ ക്യാരക്ടർ സെറ്റ് എന്താണ്? സെയിം ആൽഫബറ്റ്സ് ആണ്, അതിലെന്തൊക്കെയുണ്ട്, എന്താണ്, അതൊരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമ്മളിനി അടുത്ത ടോപ്പിക്ക് പഠിക്കുകയാണ്. എന്താണ് നമ്മുടെ അടുത്ത ടോപ്പിക്? ടോക്കൺസ് ആണ്. ഓക്കെ, എന്താണ് ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. സെയിം ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ടോക്കൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ടോക്കൺസ് ആർ ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ പ്രോഗ്രാം which is similar to a word in natural language and they are also known as lexical units. എന്താണ് ടോക്കൺസിന്റെ വേറൊരു പേരാണ് ലെക്സിക്കൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് മൊത്തം 5 എണ്ണമാണ് പഠിക്കാനുള്ളത്, 5 ടോക്കൺസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ കീവേഡ്സ്, then identifiers, literals, punctuators and operators. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. എന്താണ് കീവേഡ്സ്? These are words that convey a specific meaning to the language compiler. They are also known as reserved words. ഓക്കെ, എന്താണ് കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് തന്നെയാണ്, നമുക്ക് പരിചയമുള്ള വേർഡ്സ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലുള്ള ഒരു മീനിങ് ആയിരിക്കില്ല ഈ ഒരു വേർഡ്സിന് ഈ ലാംഗ്വേജ് കമ്പൈലറിൽ കൊടുക്കുന്നത്. ഓക്കെ, എന്തിനാണ് നമ്മൾ ലാംഗ്വേജ് കമ്പൈലർ യൂസ് ചെയ്യുന്നത്? നമ്മുടെ C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്താ, അതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് അല്ലേ. അപ്പോൾ നമുക്കത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് അവിടെ ഒരു കമ്പൈലറിൻ്റെ ഹെൽപ്പ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൽ കുറേ കീവേഡ്സ് ഉണ്ട്, ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്, ഈ പറഞ്ഞ ടോക്കൺസ് എല്ലാം നമ്മുടെ പ്രോഗ്രാം നമ്മൾ എഴുതുമ്പം വരും. ഓക്കെ, അതിൽ ഈ കീവേഡ്സ് എന്ന് പറയുന്ന ഈ ഓരോ വേർഡ്സിനും ഓക്കെ അതിന് നമുക്കൊരു സ്പെഷ്യൽ മീനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ നോക്കിക്കേ, നമുക്കൊരു ടേബിൾ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കി, നമുക്ക് ബ്രേക്ക്, ഇത് നമുക്ക് അറിയാവുന്ന വേർഡാണ് അല്ലേ. ബ്രേക്ക്, ക്യാച്ച്, ക്ലാസ്, കണ്ടിന്യൂ, ഫോൾസ്, എൽസ്, കണ്ടോ ഈ നെയിംസ് ഒക്കെ നമുക്ക്, ഈ വേർഡ്സ് ഒക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇതിനൊക്കെ നമുക്കറിയാവുന്ന മീനിങ് അല്ല ഇവിടെ ലാംഗ്വേജ് കമ്പൈലറിൽ കൊടുക്കുന്നത്. ഇതിന് വേറൊരു സ്പെഷ്യൽ മീനിങ് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് വേറെ ഒന്നിനും വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റിസർവ്ഡ് വേർഡ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ്, നമുക്ക് ഇപ്പോൾ ഒരു ടേബിൾ വന്നിട്ടുണ്ട്, ഇത് മൊത്തം നമുക്ക് പഠിക്കുകയൊന്നും വേണ്ട. നമ്മൾ പ്രോഗ്രാം എഴുതി വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് കീവേഡ് അല്ലെങ്കിൽ എന്താണ് ഐഡൻറ്റിഫയേഴ്സ് എന്നുള്ളത് നമ്മൾ അതിനോട് യൂസ്ഡ് ആയിട്ട് വരും, നമുക്കത് പരിചയം. അതുകൊണ്ട് തന്നെ ടേബിളൊന്നും നമുക്ക് പഠിക്കേണ്ട. എന്നാലും ചിലതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. നോക്കിയേ, കണ്ടിന്യൂ, ക്ലാസ്, എൽസ്, ഫോൾസ്, പബ്ലിക്, രജിസ്റ്റർ, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ നമ്മുടെ കീവേഡ്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ കീവേഡ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ അല്ലേ? ടോക്കൺസിൽ രണ്ടാമത് നമ്മൾ പഠിക്കുന്നതാണ് ഐഡൻറ്റിഫയേഴ്സ്. എന്താണ് ഐഡൻറ്റിഫയേഴ്സ്? ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. These are the user-defined words used to name different program elements such as memory locations, statements, functions, object classes, etc. എന്താണ് യൂസർ-ഡിഫൈൻഡ് വേർഡ്സ് ആണ്. യൂസർ ഡിഫൈൻ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് എന്തിനു യൂസ് ചെയ്യുന്നു, എന്താണെന്നുള്ളത് നമ്മളാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ് എടുക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് റെക്കോർഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാം, അങ്ങനെ കുറേ ഫങ്ഷൻസ് നമുക്കതിൽ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം നമ്മളിതിൽ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പം നമുക്ക് ആ ഒരു ഫങ്ഷന് സ്റ്റുഡൻറ്റ് ആഡ് അല്ലെങ്കിൽ ആഡ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ ആ ഒരു പേര് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇത് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാനുള്ള ഫങ്ഷൻ. അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേർഡ്സ്. ഓക്കെ, ഐഡൻറ്റിഫയേഴ്സ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ആർ വേരിയബിൾസ്. മെമ്മറി ലൊക്കേഷൻസിന് പറയുന്നത് എന്താ, വേരിയബിൾസ് എന്നാണ്. ഐഡൻറ്റിഫയേഴ്സ് അസൈൻഡ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ലേബലാണ്. ദി ഐഡൻറ്റിഫയേഴ്സ് യൂസ്ഡ് ടു റെഫർ എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോൺ ആസ് ഫങ്ഷൻ നെയിംസ്. കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ വിളിക്കുന്നത് എന്താ, ഫങ്ഷൻ നെയിംസ് എന്ന് വിളിക്കും. നോക്കിക്കേ, നമ്മളാണ് ഈ ഒരു ഐഡൻറ്റിഫയേഴ്സ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു, യൂസർ ഡിഫൈൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കത് എഴുതാൻ പറ്റും, ഇഷ്ടമുള്ള പോലെ പേര് എഴുതാൻ പറ്റും? പറ്റത്തില്ല. അതിന് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ആർബിറ്ററി ലോങ് സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. എന്താണ്, നമ്മൾ എഴുതുന്ന വേർഡിന് ലെറ്റേഴ്സ് വരാം, ഡിജിറ്റ്സ് വരാം, അണ്ടർസ്കോറും വരാം. ഈ 3 കാര്യങ്ങളെ നമ്മൾ ആ ഒരു വേർഡിൽ ഉണ്ടാവാൻ പാടുള്ളൂ. 3 വേണം എന്നൊന്നുമില്ല, എന്നാലും ഈ 3 എണ്ണേ നമുക്കതിൽ എടുക്കാൻ പറ്റുള്ളൂ ആ ഒരു വേർഡ് എഴുതാൻ നേരത്ത്. കാരണം നമ്മുടെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഉണ്ടല്ലേ, വൈറ്റ് സ്പേസസ് യൂസ് ചെയ്യും, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഡിജിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ലെറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ ഈ 3 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത എന്താ, ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. നമ്മൾ എഴുതുമ്പം ആദ്യത്തേത് ഒരു ലെറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. നോക്കിക്കേ, ക്യാറ്റ് എന്ന് എഴുതിയപ്പം സി ആണ്, ലെറ്റർ ആണ് അല്ലേ, ഫസ്റ്റത്തെ എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ നോക്കി അണ്ടർസ്കോർ ആണ്. അപ്പോൾ ഈ 2 എണ്ണേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു നമ്പർ വെച്ചിട്ട് ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത് എന്താ, വൈറ്റ് സ്പേസസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ക്യാരക്ടർ സെറ്റിൽ വൈറ്റ് സ്പേസസ് ഉണ്ട്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എഴുതുമ്പം ഈ ഒരു
സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സാമ്പിൾ ഓക്കെ, സം ഓഫ് ഡിജിറ്റ്സ് എഴുതിയപ്പം സമ്മ് കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, ഓഫ് കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്. അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇൻ കേസ് നമുക്കിത് എഴുതണം എന്നുണ്ടെങ്കിൽ ആ സ്പേസ് ഇല്ലാണ്ട് എഴുതാം, സം ഓഫ് ഡിജിറ്റ്സ് എന്ന് ഒരുമിച്ച് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതൊരു ഐഡന്റിഫയർ ആവും. സ്പേസ് ഇട്ട് എഴുതിയാലും അത് ഐഡന്റിഫയർ ആവില്ല. പിന്നെ നോക്കിയേ, ഫസ്റ്റ് ഡോട്ട് ജാൻ, അവിടെ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട്, അത് ഇടാൻ പാടില്ല. അതെന്താ, അതൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. നമുക്ക് യൂസ് ചെയ്യാവുന്ന എന്താണ്, അണ്ടർസ്കോർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതും ഐഡന്റിഫയർ ആയിട്ട് എടുക്കില്ല. അടുത്ത എന്താ, കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡന്റിഫയേഴ്സ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു കീവേഡ്സ് റിസർവ്ഡ് വേർഡ്സ് ആണ് അല്ലേ. അതിന് നമ്മളൊരു സ്പെഷ്യൽ മീനിങ് കൊടുത്ത് മാറ്റിയിരുത്തിയേക്കാണ്. ആ വേർഡ്സ് എടുത്ത് നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫ്ലോട്ട്, ഫോർ, ആഡ്, പബ്ലിക്, രജിസ്റ്റർ, ഇതൊക്കെ നമ്മുടെ എന്താ, കീവേഡ്സ് ആണ്. ഇതൊന്നും നമുക്ക് ഐഡന്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി. എന്താണ്, നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നമ്മൾ എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ എഴുതും, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും അല്ലേ. അത് രണ്ടും രണ്ടായിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എന്താ എഴുതുക, ഇപ്പം നമ്മൾ കാറിൽ തന്നെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാലും സ്മോൾ ലെറ്ററിൽ എഴുതിയാലും ഇത് രണ്ടും രണ്ടാണ്, രണ്ട് വേർഡായിട്ടാണ് ഇവരെടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐഡന്റിഫയേഴ്സ് എഴുതാനുള്ള റൂൾസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ, കുറച്ച് റൂൾസ് ഉള്ളൂ. എന്തൊക്കെയുണ്ട്, ലെറ്റേഴ്സ് എഴുതാം, ഡിജിറ്റ്സ് എഴുതാം, അണ്ടർസ്കോർ എഴുതാം, വൈറ്റ് സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കീവേഡ്സ് എടുത്തിട്ട് നമ്മൾ ഐഡന്റിഫയേഴ്സ് ആയിട്ട് എഴുതാൻ പാടില്ല. പിന്നെന്താ, ലെറ്റേഴ്സ് എഴുതുമ്പോഴേക്കും ക്യാപിറ്റൽ ലെറ്റർ വേറെ ആയിരിക്കും, സ്മോൾ ലെറ്ററും വേറെ ആയിട്ടാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത്രയും റൂൾസ് ആണ് ഐഡന്റിഫയേഴ്സ് എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയില്ലേ? ഐഡന്റിഫയേഴ്സ് എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ടോക്കൺസിൽ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് ലിറ്ററൽസ്. എന്താണ് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് റെപ്രസെന്റ്സ് ദ ഡാറ്റ ഐറ്റംസ് ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിംഗ് ദ പ്രോഗ്രാം റൺ. ദേ ആർ ഓഫൺ റെഫേർഡ് ആസ് കോൺസ്റ്റൻസ്. എന്താ, നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് വാല്യൂസ് ചേഞ്ച് ചെയ്യാത്ത ഡാറ്റ ഐറ്റംസിനെയാണ് നമ്മൾ ലിറ്ററൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അതിന്റെ വാല്യൂയിൽ ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല അല്ലേ. അപ്പൊ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ, അങ്ങനെയുള്ള ഡാറ്റ ഐറ്റംസിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് 4 ടൈപ്പ് ലിറ്ററൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ഇൻറ്റീജർ ലിറ്ററൽ. എന്താണ് ഇൻറ്റീജർ ലിറ്ററൽ? ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു നമ്പർ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലേ. The tokens constituted only by digits are called integer literals and they are whole numbers without fractional parts. എന്താണ്, ഡിജിറ്റ്സ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഇൻറ്റീജർ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അത് ഹോൾ നമ്പേഴ്സ് ആണ്, ഫ്രാക്ഷണൽ പാർട്സ് അതിനകത്ത് വരാൻ പാടില്ല. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ, 1779 മൈനസ് 273 പ്ലസ് 735, ഇതൊക്കെ എന്താണ്, ഇൻറ്റീജർ ലിറ്ററൽസ് ആണ്. ഈ ഒരു ഇൻറ്റീജർ ലിറ്ററൽസ് എഴുതാനായിട്ട് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. സിമ്പിൾ ആണ്, ചെറിയ 2-3 എണ്ണേ ഉള്ളൂ. നോക്കിക്കേ, ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ആൻഡ് മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ എനി ഡെസിമൽ പോയിന്റ്. ഹോൾ നമ്പേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു, ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ. അപ്പോൾ റൂളും ഫസ്റ്റ് റൂളും അത് തന്നെയാണ് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റ് എങ്കിലും ഉണ്ടാവണം, അതുപോലെ തന്നെ ഡെസിമൽ പോയിന്റ് അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സെക്കൻഡ് വൺ എന്താ, ഇറ്റ് മേ കണ്ടെയ്ൻ ഐദർ പ്ലസ് ഓർ നെഗറ്റീവ് സൈൻ ആസ് ഫസ്റ്റ് ക്യാരക്ടർ. പോസിറ്റീവ് പ്ലസ് സൈനോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് മൈനസ് സൈനോ നമുക്ക് ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താ, എ നമ്പർ വിത്ത് നോ സൈൻ ഇസ് ട്രീറ്റഡ് ആസ് പോസിറ്റീവ്. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഒരു സൈനും ഇല്ലെങ്കിൽ നമ്മളത് പോസിറ്റീവ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ ക്യാരക്ടേഴ്സ് ഒന്നും നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ലെറ്റേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ഒന്നും നമുക്ക് ഈ ഒരു ഇൻറ്റീജർ ലിറ്ററൽസിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ലിറ്ററൽസിൽ ഇൻറ്റീജർ ലിറ്ററൽസ് എന്താണെന്നുള്ളത് ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ലിറ്ററൽസിൽ നമ്മൾ രണ്ടാമത് പഠിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്. നമ്മൾ ഇൻറ്റീജർ പഠിച്ചു, അടുത്തതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ്. ഇതിനെയാണ് നമ്മൾ റിയൽ കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഓൾസോ നോൺ ആസ് റിയൽ കോൺസ്റ്റൻസ്. These are numbers having fractional parts and can be written in one of the two forms, fractional or exponential form. നമുക്ക് ഈ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസിൽ വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ടാവും. ഇൻറ്റീജറിൻ്റെ കേസിൽ ഫ്രാക്ഷണൽ പാർട്ട് വരാൻ പാടില്ല, ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം. പക്ഷെ നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റിൽ വരുമ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് വേണം, അത് നിർബന്ധമാണ്, അത് വേണം. അതുപോലെ തന്നെ ഇത് നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ്, ഫ്രാക്ഷണൽ ഫോമിൽ നമുക്കത് എഴുതാം, എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാം. അതെങ്ങനെയാണെന്ന് നോക്കിയേ, 5.8 എന്ന് നമ്മൾ എഴുതുന്നത് അത് ഫ്രാക്ഷണൽ ഫോമാണ്. അതിൻ്റെ എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് മാറ്റുമ്പോഴേക്കും നമ്മൾ 0.58 ഇൻറ്റു 10⁻1 എന്ന് എഴുതി. ഓക്കെ, ഇതാണല്ലോ 5.8 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു
ടേമിനെ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് മാറ്റി എഴുതുന്നത് 0.58 e, ഇത് എത്രയാ 1 അല്ലേ ഇവിടെ വരുന്നത്, അപ്പം E1 ഇങ്ങനെ എഴുതുന്നതാണ് ഇതിന്റെ എക്സ്പൊണൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് എഴുതാനും നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിജിറ്റ് ആൻഡ് എ ഡെസിമൽ പോയിന്റ്. എന്താണ്, ഒരു ഡിജിറ്റും വേണം, ഒരു ഡെസിമൽ പോയിന്റും വേണം. ഇപ്പൊ നമുക്ക് 2 എന്ന് പറയുന്ന ഒരു നമ്പറാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതെന്താവും, ഇൻറ്റീജർ ലിറ്ററൽ ആവും അല്ലേ. നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഡെസിമൽ പോയിന്റ് ഇടാം, 0 എഴുതാം. ഇപ്പൊ ഇതെന്തായി, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററലായി. മനസ്സിലായല്ലോ. ഇറ്റ് മേ കണ്ടെയ്ൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ ആസ് ഫസ്റ്റ് ക്യാരക്ടർ. ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ട് നമുക്ക് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഏതാ സൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഒരു സൈനും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, പോസിറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യും. ഇൻ എക്സ്പൊണൻഷ്യൽ മെത്തേഡ് ലെറ്റർ ഇ, ക്യാപിറ്റൽ ഇ ഓർ സ്മോൾ ലെറ്റർ ഇ ക്യാൻ ബി യൂസ്ഡ് ബിഫോർ എക്സ്പൊണന്റ്. അതായത് നമ്മൾ എക്സ്പൊണന്റ് എഴുതുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇ എഴുതും അല്ലേ. ആ ഇ ക്യാപിറ്റൽ ഇയോ എഴുതാം അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഇയോ എഴുതാം, നമ്മുടെ ഇഷ്ടം. എക്സ്പൊണന്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. എക്സ്പൊണന്റ് എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ. എക്സ്പൊണന്റ് മസ്റ്റ് ബി എ ഇൻറ്റീജർ. നമ്മൾ എഴുതുന്ന ആ ഒരു എക്സ്പൊണന്റ് ഇൻറ്റീജർ ആയിരിക്കണം. അപ്പോൾ അതിൽ പോയിന്റ് വാല്യൂസ് വരാൻ പാടില്ല. ആൻഡ് ഇൻറ്റീജർ നമ്പർ ഷുഡ് ബി സ്പെസിഫൈഡ് ആഫ്റ്റർ ഇ. ഈ കഴിഞ്ഞിട്ട് ഒരു ഇൻറ്റീജർ നമ്പർ എന്തായാലും വേണം. ഒരിക്കലും ഇയിൽ വെച്ച് നമ്മളത് എഴുതി നിർത്താൻ പാടില്ല. ക്ലിയർ അല്ല. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാൽ 52.0 കണ്ടോ. 52.0 എന്ന് പറയുമ്പോൾ എന്താ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ് അല്ലേ. ഇത് പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻറ്റീജർ ആകും. ഇനി 453.e-5 നോക്കിയേ, പോയിന്റ് ഉണ്ട്, അത് ഓക്കെയാണ്. എക്സ്പൊണന്റ് വന്നിട്ടുണ്ട്, എക്സ്പൊണന്റിന്റെ ഇൻറ്റീജർ ഇവിടെ വന്നിരിക്കുന്നത് -5. പോസിറ്റീവോ നെഗറ്റീവോ ആവാന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് 1.25e08, അതും ഓക്കെയാണ്. 0.212e04, അവിടെയും പ്രോബ്ലം ഒന്നുമില്ല, ക്ലിയർ ആണ്. ദെൻ -713.8, 0.8 ഉണ്ട്, അതുകൊണ്ട് തന്നെ അതെന്താ, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ആണ്. പിന്നെ വരുന്നത് നോക്കി 15e+2 കണ്ടോ, പോസിറ്റീവോ നെഗറ്റീവോ ഇൻറ്റീജർ വരാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ എഴുതാനുള്ള റൂൾസ്. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടാൽ തിരിച്ചറിയാമല്ലോ, മനസ്സിലായില്ലേ, ക്ലിയർ അല്ലേ. അപ്പോൾ അത് ലിറ്ററൽസിൽ വരുന്ന തേർഡ് ടൈപ്പാണ് ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണിത് ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് പറയുമ്പോഴേക്കും, സിംഗിൾ ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോട്ട്സ്. അതായത് സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്യാരക്ടർ എഴുതുന്നതിനെയാണ് ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നത്. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂസ് ചേഞ്ച് ആവുന്നില്ല. എക്സാമ്പിൾ നോക്കിക്കേ, ഒരു സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ X എഴുതിയിട്ടുണ്ട്, അതുപോലെ സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ 9 എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് വിളിക്കുന്നത്. The non-graphic symbols can be represented by using escape sequences which consist of backslash followed by one or more characters. എന്താണ് non-graphic symbols? ഇപ്പം നമ്മുടെ കീബോർഡിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലേ, എന്താണ്, നമ്മളിപ്പോൾ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്താൽ ഒരു ലെറ്റർ അവിടെ വരും, നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്കങ്ങനെ വിസിബിൾ അല്ലാത്തത് നോൺ ഗ്രാഫിക് ആയിട്ടുള്ള സിമ്പിൾസ്, ഇപ്പം നമ്മൾ ടാബ് അടിക്കുകയാണ്, ടാബ് അടിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും അവിടെ എന്താ വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും, ഒന്നും വിസിബിൾ അല്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എൻ്റർ അടിക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് താഴേക്ക് വരും, അതുപോലെ ന്യൂ ലൈൻ, അങ്ങനെയൊക്കെ നമുക്ക് ഓരോ നോൺ ഗ്രാഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഫങ്ഷൻസിനെ നമുക്ക് എസ്കേപ്പ് സീക്വൻസസ് വഴി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു \/ കൊടുക്കും. അത് കഴിഞ്ഞ് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. നോക്കിക്കേ, നമ്മളൊരു സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഒരു \/ ഒരു സ്മോൾ ലെറ്റർ എന്നും നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ന്യൂ ലൈൻ എന്നാണ്. അതായത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മളിപ്പോൾ കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എഴുതുന്നത് അടുത്ത ലൈനിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതുപോലെ സിംഗിൾ കോട്ട്സിൽ \/ എഴുതി R എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ കീ ആണ്. ഓക്കെ, അതുപോലെ നോക്കിക്കേ, R-ന് പകരം T കൊടുത്തു കഴിഞ്ഞാൽ അത് ടാബായി, B കൊടുത്തു കഴിഞ്ഞാൽ \/ ആയി. അപ്പോൾ ഈ ഒരു \/ കൊടുത്തിട്ട് നമ്മൾ ക്യാരക്ടർ കൊടുത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ല. ദ വാല്യൂ ഓഫ് എ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഈസ് ദ ASCII വാല്യൂ ഓഫ് ദി ക്യാരക്ടർ. ലാസ്റ്റ് വരുന്നത് നമ്മുടെ ലിറ്ററൽസ് 4 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 4ാമത് വരുന്നതാണ്
സ്ട്രിംഗ് ലിറ്ററൽസ്. സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയുന്നത്? എ സീക്വൻസ് ഓഫ് വൺ ഓർ മോർ ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ എ പെയർ ഓഫ് ഡബിൾ കോട്ട്സ് ഈസ് കോൾഡ് സ്ട്രിംഗ് ലിറ്ററൽസ്. അതായത് നമ്മൾ ക്യാരക്ടറിൽ പറഞ്ഞപ്പം സിംഗിൾ കോട്ടിൽ സിംഗിൾ ക്യാരക്ടർ എന്ന് പറഞ്ഞു. സ്ട്രിങ്ങിൻ്റെ കേസ് വരുമ്പോഴേക്കും ഡബിൾ കോട്ട്സ് ആണ്. ഈ ഒരു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്നതെല്ലാം ഈ ഒരു സ്ട്രിംഗ് ലിറ്ററൽസ് ആയിട്ടാണ് എടുക്കുന്നത്. നോക്കിക്കേ, ഹലോ ഫ്രണ്ട്സ് എന്ന് നമ്മളൊരു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ക്യാരക്ടറും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൊടുത്ത് എഴുതിയിട്ടുണ്ട്. കണ്ടോ, C++. ഇങ്ങനെ നമ്മളൊരു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എഴുതുന്നതിനെയാണ് സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 എണ്ണമാണ് നമ്മൾ ലിറ്ററൽസിൻ്റെ 4 ടൈപ്പായിട്ട് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ ഇൻറ്റീജർ ലിറ്ററൽസ് പഠിച്ചു, അത് കഴിഞ്ഞ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് പഠിച്ചു, ദെൻ ക്യാരക്ടർ ലിറ്ററൽസ് പഠിച്ചു, ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എന്താ? സ്ട്രിംഗ് ലിറ്ററൽസ്. അപ്പോൾ ലിറ്ററൽസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? ഓക്കെ അല്ലേ? ടോക്കൺസിൽ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് പഞ്ച്വേറ്റേഴ്സ്. ഓക്കെ, എന്താണ് പഞ്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സിമ്പിൾസ് ഉണ്ട്, കുറച്ച് സ്പെഷ്യൽ സിമ്പിൾസ്. അതായത് ഫുൾ സ്റ്റോപ്പ്, കോമ, സെമി കോളൻ, അതുപോലെ ബ്രാക്കറ്റ്സ്, ഇങ്ങനെയുള്ള കുറേ സിമ്പിൾസിന് ഓൾറെഡി കമ്പൈലർ ഒരു സ്പെസിഫിക് മീനിങ് കൊടുത്തിട്ടുണ്ടാവും, ഒരു സിന്തറ്റിക് അല്ലെങ്കിൽ സെമാറ്റിക് മീനിങ് കൊടുത്തിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള സിമ്പിൾസിനെയാണ് നമ്മൾ പഞ്ച്വേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സം സ്പെഷ്യൽ സിമ്പിൾസ് ദാറ്റ് ഹാവ് സിന്തറ്റിക് ഓർ സെമാറ്റിക് മീനിങ് ടു ദ കമ്പൈലർ ആർ കോൾഡ് പഞ്ച്വേറ്റേഴ്സ്. കണ്ടോ, ഏതൊക്കെയാണ്? നമുക്ക് ഹാഷ് കൊടുത്തിട്ടുണ്ട്, സെമി കോളൻ ഉണ്ട്, സിംഗിൾ കോട്ട്സ്, ഡബിൾ കോട്ട്സ്, പിന്നെ ബ്രാക്കറ്റ്സ്. കണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ പഞ്ച്വേറ്റേഴ്സ് ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഓപ്പറേറ്റേഴ്സ്. നമ്മുടെ ടോക്കൺസിൽ 5 എണ്ണം പറഞ്ഞു, അതിൽ 5ാമത് വരുന്നതാണ് ഓപ്പറേറ്റേഴ്സ്. Operator is a symbol that tells the compiler about a specific operation. കമ്പൈലറിന് ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എഴുതുന്നത്. അതായത് പ്ലസ്, മൈനസ്, ഇൻറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർ കൊടുക്കും, ഡിവൈഡ് ഉണ്ട്, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മോഡാണ്, മോഡ്ലെസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഓരോ സിമ്പിൾസും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ഓപ്പറേറ്റർ ആയിട്ടാണ്. അതൊരു ഓപ്പറേഷൻ, ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ. ഇപ്പോൾ ഒരു 2 നമ്പർ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷനാണ് അല്ലേ? അരിത്തമെറ്റിക് ഓപ്പറേഷനിൽ വരുന്നതാണ് നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനൊക്കെ. അപ്പോൾ ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പൈലറിന് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുന്ന സിമ്പിളാണ് ഈ ഒരു പ്ലസ്, മൈനസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതാണ് ഓപ്പറേറ്റേഴ്സ്. They are the tokens that trigger some kind of operation. കണ്ടോ, ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടോക്കൺസ് ആണ്. The operator is applied on a set of data is called operands. അതായത് ഈ ഓപ്പറേറ്റർ നമ്മൾ എന്തിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിനെ ഓപ്പറാൻഡ്സ് എന്ന് വിളിക്കും. അതായത് ഇപ്പം A + B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബി അവിടെ ഓപ്പറാൻഡ്സ് ആണ്. പ്ലസ് എന്ന് പറയുന്നത് എന്താ? ഓപ്പറേറ്റർ ആണ്. ക്ലിയർ അല്ലേ? അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ലോജിക് ഓപ്പറേറ്റേഴ്സ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലേ? അപ്പം ഇതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോക്കൺസ് എന്ന് പറയുന്ന ടോപ്പിക്. ഈ 5 ടോക്കൺസ് ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക, ഓരോന്ന് എന്താണെന്നുള്ളത് പഠിക്കുക, അതിൻ്റെ റൂൾസ് ഉണ്ടല്ലേ, ഓരോന്ന് എങ്ങനെ എഴുതണം എന്നുള്ള റൂൾസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഓരോ എക്സാമ്പിൾസ്. ഇത്ര ഉണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആവും. ക്ലിയർ ആയില്ലേ? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്, IDE, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. എന്താണത്? സിംപ്ലി നമുക്കൊരു പ്രോഗ്രാം ചെയ്യാനുള്ളൊരു എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയാം. The compilers such as GCC, Turbo C++, Borland C++, and many other similar compilers provide an IDE for developing C++ programs. എന്താ, നമുക്ക് C++ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് GCC പോലുള്ള കമ്പൈലേഴ്സ് ഓൾറെഡി ഈ ഒരു IDE നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് താഴെ തന്നിട്ടുണ്ട് GCC വിത്ത് Geany IDE. ഓക്കെ, നമ്മുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, ലിനക്സിലോ അല്ലെങ്കിൽ വിൻഡോസിലോ ഒക്കെ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാം. നമ്മുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ GCC എന്ന് പറയുന്ന കമ്പൈലർ ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇനി Geany IDE എന്ന് പറയുന്നത് അതൊരു ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ ഒരു C++ പ്രോഗ്രാം റൈറ്റ് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. ഈ 3 ഫംഗ്ഷൻ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യണം അല്ലേ? അതിനാദ്യം ആപ്ലിക്കേഷൻ എടുക്കുക, അതിൽ പ്രോഗ്രാമിംഗ് എടുക്കുക, അതിൽ Geany. ഇതെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ താഴെ കാണുന്ന പോലൊരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ആദ്യം ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. നമുക്ക് പ്രോഗ്രാം എഴുതണ്ടേ? അപ്പോൾ ഇതിന് നമുക്കൊരു ഫയൽ വേണം അല്ലേ? ഓക്കെ, അപ്പോൾ അതിന് ഒന്നില്ലെങ്കിൽ മേളിൽ ടൂൾ ബാറിൽ നമുക്ക് മേളിലത്തെ മെനുന്ന് നമുക്കൊരു ഫയലിൽ നിന്ന് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫയൽ എടുക്കാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ താഴെ ടൂൾ ബാറിൽ നമുക്കിതാ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, കണ്ടോ? അതൊരു ന്യൂ ഫയലിൻ്റെ ഐക്കണാണ്. ആ ഒരു ഐക്കൺ പ്രസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പുതിയൊരു ഫയൽ കിട്ടും. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു അൺടൈറ്റിൽഡ് എന്ന പേരിൽ നമുക്ക് ഒരു പുതിയ ഫയൽ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എഴുതാം, ഇവിടെ നമുക്ക് പ്രോഗ്രാം എഴുതാം. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്.
അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രോഗ്രാം എഴുതാം. ഓക്കെ, നമുക്കിവിടെ ഒരു പ്രോഗ്രാം ഇപ്പോൾ തന്നിട്ടുണ്ട്. സിംപ്ലി ഒരു വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++ എന്ന് പ്രിന്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം, ഒരു ചെറിയൊരു സിമ്പിൾ C++ പ്രോഗ്രാം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ പ്രോഗ്രാം അവിടെ എഴുതി നമ്മളിത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ എങ്ങനെ സേവ് ചെയ്യണം? .cpp എന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് വേണം അത് സേവ് ചെയ്യാനായിട്ട്. നോക്കിയേ, ഇങ്ങനെയാണ് നമ്മൾ അതിൽ എഴുതുമ്പോൾ വരുന്നത്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇത്രയും പ്രോഗ്രാമൊക്കെ നമ്മൾ എഴുതി, എന്നിട്ട് നമ്മളത് സേവ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, welcome.cpp. കണ്ടോ, ഏത് പേര് വേണമെങ്കിലും നമുക്ക് ഫയൽ നെയിം കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെൽക്കം എന്ന് എഴുതിയിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ എന്താ, .cpp. C++ അല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് .cpp എന്ന് നമ്മൾ എഴുതുന്നത്. C ആണെങ്കിൽ .c എന്ന് നമ്മൾ എഴുതും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്റ്റൻഷൻ കൊടുത്ത് നമ്മളിത് സേവ് ചെയ്യാം. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അടുത്തത് വരുന്നത് നമ്മൾ ഏത് പ്രോഗ്രാം നമുക്ക് കമ്പൈൽ ചെയ്യണം, ലിങ്ക് ചെയ്യണം അല്ലേ. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ബിൽഡ് മെനു എടുക്കുക, അതിൽ നമുക്ക് കമ്പൈൽ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ടൂൾ ബാറിൽ പോയിട്ട് കമ്പൈൽ നമുക്ക് പ്രസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് താഴെ ഒരു വിൻഡോ ഉണ്ടാവും. നോക്കി, ഒരു കമ്പൈലർ സ്റ്റാറ്റസ് വിൻഡോ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിന് താഴെ ഉണ്ടാവും. ഇൻ കേസ് നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ എന്തെങ്കിലും തെറ്റുണ്ട്, എന്തെങ്കിലും എറേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് അവിടെ താഴെ ഡിസ്പ്ലേ ചെയ്യും. നമ്മൾ എഴുതിയതിൽ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ അത് കാണിക്കും. അപ്പം നമുക്കത് തിരിച്ച് മുകളിൽ നമുക്കത് എഡിറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടെ കമ്പൈൽ ചെയ്ത് കൊടുക്കാം. അതെല്ലാം നമ്മൾ എഴുതിയത് കറക്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എറേഴ്സൊക്കെ നമ്മൾ തിരുത്തി എല്ലാം കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ആയിരിക്കും, കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പം നമ്മൾ എഴുതിയ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി, കമ്പൈലേഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആഫ്റ്റർ സക്സസ്ഫുൾ കമ്പൈലേഷൻ ചൂസ് ബിൽഡ് മെനു ആൻഡ് സെലക്ട് ബിൽഡ് ഓപ്ഷൻ ഫോർ ലിങ്കിങ്. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇപ്പം നമ്മൾ കമ്പൈൽ ചെയ്തു അല്ലേ, ഇനി നമുക്കിത് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യാൻ എന്ത് ചെയ്യുക, ബിൽഡ് മെനു എടുക്കുക, അതിൻ്റെ അകത്ത് ബിൽഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ടൂൾ ബാറിൽ ബിൽഡ് എന്ന ആ ഒരു ഐക്കൺ പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കത് ലിങ്കിങ്ങും കഴിയും. അത് കഴിഞ്ഞ് അടുത്തത് വരുന്നതാണ് റണ്ണിങ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ. നമ്മൾ എഴുതിയ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനെന്താ ചെയ്യുന്നത്, ആ ഒരു ബിൽഡ് മെനു എടുക്കുക, അതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ടൂൾ ബാറിൽ നമുക്ക് എക്സിക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ ഉണ്ട്, ആ ഐക്കൺ പ്രസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതാണ് നമുക്ക് താഴെ കാണുന്നത്. നോക്കിക്കേ, ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. നമ്മൾ ആ ഒരു പ്രോഗ്രാമിങ്ങിൽ ആ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയതിൽ ഇത് പ്രിന്റ് ചെയ്യാനായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു സംഭവം പ്രിന്റ് ചെയ്ത ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടി. അപ്പം നമ്മളുടെ എഴുതിയ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്തു, കമ്പൈൽ ചെയ്തു, ലിങ്ക് ചെയ്തു, റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. അതോടുകൂടി നമ്മുടെ ആ ഒരു സ്റ്റെപ്സ് തീരാണ്. ലാസ്റ്റ് എന്ത് ചെയ്യുക, ഫയൽ മെനു ക്ലോസ്. നമ്മൾ നോർമലി വിൻഡോ ക്ലോസ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാലോ, ക്ലോസ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു പ്രോഗ്രാം അങ്ങ് എഴുതി തീരും. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവണം. ഓക്കെ, ഇതാണ് നമ്മൾ ആ എഴുതിയ സാമ്പിൾ പ്രോഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് IOStream, യൂസിങ് നെയിം സ്പേസ് std, ഇൻറ്റ് മെയിൻ, C out എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. ഇതാണ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത്. പറഞ്ഞ പോലെ ചെറിയൊരു ചാപ്റ്ററിൽ ആകെ 3 ടോപ്പിക്കേ നമ്മൾ പഠിച്ചുള്ളൂ. ഫസ്റ്റ് ടോപ്പിക് ഏറ്റവും ചെറുതായിരുന്നു, ക്യാരക്ടർ സെറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോക്കൺസ് പഠിച്ചു, പിന്നെ IDE എന്താണെന്നും ഒരു കുഞ്ഞു പ്രോഗ്രാം നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളതും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ? അങ്ങനെ ഈ ഒരു ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആയിരുന്നു, ഈസി ആയിരുന്നു, എല്ലാ ടോപ്പിക്സൊക്കെ ക്ലിയർ ആയില്ലേ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു വാലിഡ് ആൻഡ് ഇൻവാലിഡ് ഐഡന്റിഫയേഴ്സ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ്. നമുക്ക് കുറച്ച് താഴെ കുറച്ച് ഐഡന്റിഫയേഴ്സ് തന്നിട്ടുണ്ട്, അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് പറയാം, എന്താന്നുള്ള റീസൺ ജസ്റ്റിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ നോക്കിയേ, സം ഓഫ് ഡിജിറ്റ്സ്. എന്താ പ്രോബ്ലം നോക്കിയേ, സം കഴിഞ്ഞിട്ടും ഓഫ് കഴിഞ്ഞിട്ടും സ്പേസ് ഉണ്ട് അല്ലേ. നമുക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമോ? വൈറ്റ് സ്പേസസ് ഐഡന്റിഫയേഴ്സിൽ അലൗഡ് ആണോ? അല്ല, അപ്പം ഇത് ഇൻവാലിഡ്. അടുത്ത നോക്കിയേ, ഏജ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നമ്മൾ ഫസ്റ്റത്തെ ലെറ്റർ എന്താണ്, ഒരു ക്യാരക്ടർ, ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ലെറ്റർ ആണ്. ഡിജിറ്റ്സ് ഒന്നുമില്ല, ഡിജിറ്റ്സ് എന്തെങ്കിലും പ്രോബ്ലം ഇല്ല, അണ്ടർസ്കോർ ഇല്ല, പിന്നെന്താ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അത് ഓക്കെ അല്ലേ, അത് വാലിഡ് അല്ലേ, ഏജ് വാലിഡ് ആണ്. അടുത്തത് വരുന്നത് ഫസ്റ്റ് ഡോട്ട് ചാൻ. ഫസ്റ്റ് ഡോട്ട് ചാൻ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഡോട്ട് ഉണ്ടല്ലേ, അതൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈസ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അപ്പം അത് ഇൻവാലിഡ്.
ദെൻ സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ എന്താ, അത് വാലിഡ് ആയിരിക്കും. നമ്പർ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ബാക്കി എന്താ കീവേഡ്സ് ഒന്നുമില്ല, പിന്നെ അണ്ടർസ്കോർ ഒന്നുമില്ല, വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒന്നില്ലെങ്കിൽ അണ്ടർസ്കോർ അല്ലെങ്കിൽ ലെറ്റർ. പക്ഷെ ഇവിടെ എന്താ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? 2 ഡിജിറ്റ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഇൻവാലിഡ്. അടുത്ത നോക്കിക്കേ, അണ്ടർസ്കോർ ഡാറ്റ. നമുക്ക് ഫസ്റ്റ് ക്യാരക്ടർ അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓക്കെ ആണ്. ഡാറ്റ എന്ന് പറയുന്നതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇത് വാലിഡ് ആണ്. അടുത്തത് ബ്രേക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാണുമ്പോഴേക്കും വാലിഡ് ആണല്ലോ എന്ന് തോന്നും. പക്ഷെ അത് വാലിഡ് അല്ല. റീസൺ എന്താ? അതൊരു കീവേഡ് ആണ്. ഓക്കെ, നമ്മളൊരു ടേബിളിൽ നമ്മൾ കുറച്ച് കീവേഡ്സ് ഒക്കെ കണ്ടില്ലേ, അതിൽ വരുന്ന ഒരു കീവേഡ് ആണ് ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇൻവാലിഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻടു ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ലിറ്ററൽസ്. എത്ര ലിറ്ററൽസ് നമ്മൾ പഠിച്ചു? 4 ലിറ്ററൽസ് നമ്മൾ പഠിച്ചു അല്ലേ? ഇൻറ്റീജർ പഠിച്ചു, ഫ്ലോട്ടിംഗ് പോയിന്റ് പഠിച്ചു, ക്യാരക്ടർ പഠിച്ചു, സ്ട്രിങ് പഠിച്ചു. അപ്പോൾ ഈ 4ന്റെ അടിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് നോക്കാം. +125. ഈ +125 എന്ന് പറയുന്നത് ഏത് ലിറ്ററലായിരിക്കും? ഏതായിരിക്കാം? പ്ലസ് അല്ലെങ്കിൽ മൈനസ് കൊടുക്കാം, ഫുള്ള് ഹോൾ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻറ്റീജർ ലിറ്ററലാണ്. ഓക്കെ, അടുത്തത് 3.1E5. പോയിന്റ് ഉണ്ട്, അതായത് ഡെസിമൽ ആണ്, ഫ്രാക്ഷണൽ ഫോം ഉണ്ട്, പിന്നെന്താ ഇ കൊടുത്തിട്ടുണ്ട്, അതൊരു എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററലാണ്. ഇനി ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ 17.05. ഡബിൾ കോട്ട്സിൽ എഴുതുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്? സ്ട്രിങ് ആണ് അല്ലേ? ഡബിൾ കോട്ട്സിൽ എഴുതുന്നത് സ്ട്രിങ് ആണ്. ഓക്കെ, ഇനി 20 വെറുതെ 20 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ഇൻറ്റീജർ ആയിരിക്കും. ഇനി -959, അതും എന്താ? ഇൻറ്റീജർ ആണ്. ദെൻ സിംഗിൾ കോട്ടിൽ ഒരു \, പിന്നെ n, അതെന്താ? അത് വരുന്നത് ക്യാരക്ടർ ലിറ്ററൽസിൻ്റെ അണ്ടറിലാണ്. പക്ഷെ ഇങ്ങനെ എഴുതുന്ന സംഭവം നമ്മൾ വേറൊരു പേര് പറഞ്ഞു. എന്താണ്? എസ്കേപ്പ് സീക്വൻസ്. കണ്ടോ, ന്യൂ എന്ന് പറയുന്നതിൻ്റെ ഒരു എസ്കേപ്പ് സീക്വൻസ് ആണ് \n എന്ന് പറയുന്നത്. ഇനി 15E+8, ഇതേതായിരിക്കും? ഇ കാണുമ്പോൾ തന്നെ ആലോചിക്കുക, അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഡബിൾ കോട്ട്സിൽ ജാവ എന്ന് എഴുതിയിട്ടുണ്ട്, ഡബിൾ കോട്ട്സ് ആണ്. അപ്പോൾ അതെന്താണ്? സ്ട്രിങ് ആണ്. അടുത്തത് നോക്കിയേ, -0.97E-7, അതെന്തായിരിക്കും? അതും ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. ദെൻ അടുത്തത് നോക്കിക്കേ, സിംഗിൾ കോട്ടിൽ ഒരൊറ്റ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താ? ക്യാരക്ടർ. ദെൻ -1.2, അത് ഫ്ലോട്ടിംഗ്. വെൽക്കം ടു C++, അത് ഡബിൾ കോട്ട്സിലാണ്. അപ്പോൾ അതെന്താ? സ്ട്രിങ്. അപ്പോൾ ഇത്രയും ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇത് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളത് ഏകദേശം ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് IDE? റൈറ്റ് എ സാമ്പിൾ പ്രോഗ്രാം ടു പ്രിന്റ് യുവർ നെയിം. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. അപ്പോൾ അതെന്താന്നുള്ളത് അവിടെ എഴുതുക. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പേര് പ്രിന്റ് ചെയ്യാനായിട്ടുള്ളൊരു ചെറിയൊരു പ്രോഗ്രാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം അല്ലേ? എങ്ങനെയാ? ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് #include IOStream. ഈ IOStream എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ടുള്ള സർവീസസ് നമുക്ക് ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് IOStream നമ്മൾ എഴുതുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എഴുതുന്നതാണ് യൂസിങ് നെയിം സ്പേസ് std. ഇത് നമുക്ക് ഐഡന്റിഫയേഴ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെയിം സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് കിടക്കാണ് ഇൻറ്റ് മെയിൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ എഴുതാണ്. എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്കൊരു ഔട്ട്പുട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണോ അല്ലേ? അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ cout എന്ന് എഴുതാം. ഓക്കെ, cout. എന്നിട്ട് എന്താ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്? നമ്മുടെ പേരാണല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഡബിൾ കോട്ട്സിൽ എഴുതാം. ഇപ്പം നമുക്കിപ്പോൾ ഒരു എക്സാം പോയിന്റ് എന്ന് നമ്മൾ എഴുതാന്ന് വിചാരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഡബിൾ കോട്ട്സിൽ എഴുതി സെമികോളൻ ഇട്ടു. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞില്ല, ഇത് ഇവിടെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ റിട്ടേൺ 0 എന്നിട്ട് ഈ ഓപ്പൺ ചെയ്തത് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ഇത് ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഫൈനലി ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. കണ്ടോ,
അതായത് നമ്മുടെ പേര് പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രിൻറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ C++ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും? നമ്മൾ എന്താണോ ഇവിടെ ഒരു ഡബിൾ കോട്ട്സിൽ കൊടുത്തത് അത് നമുക്ക് അവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ആ ഒരു പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ ടോക്കൺസ് ഇൻ C++ വിത്ത് എക്സാമ്പിൾസ്. എന്താണ് C++ലെ ടോക്കൺസ്? അതായത് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് കംപ്ലീറ്റ് എന്താണ്? ടോക്കൺസ് ആണല്ലേ. 5 ടോക്കൺസ് നമ്മൾ പഠിച്ചു. കീവേഡ്സ് പഠിച്ചു, ഐഡന്റിഫയേഴ്സ്, പഞ്ച്വേറ്റേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈ 5 ടോക്കൺസിനെ പറ്റി എഴുതുക, ഓരോന്നിൻ്റെ എക്സാമ്പിൾ എഴുതാം. അതോടുകൂടി ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് നോക്കി. ഈ ഒരു 4 ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ചാപ്റ്ററാണ്. ആകെ നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ടോക്കൺസിൻ്റെ സെക്ഷൻ. ആ ടോക്കൺസ് ഏതൊക്കെയാണെന്നുള്ളത് അങ്ങനെ തന്നെ പഠിക്കാം. 5 ടോക്കൺസ് പഠിക്കാം, അതിൽ ലിറ്ററൽസ് ഉണ്ട് ഒരു 4 അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. പിന്നെ ഈ ഒരു കുഞ്ഞ് പ്രോഗ്രാം എഴുതാനായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ ഈ ചാപ്റ്റർ എന്താണെന്നുള്ളത്? അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് തന്നെ നമ്മൾ C++ എന്താണെന്ന് പഠിച്ചു അല്ലേ, ആ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ അതിൽ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ടോക്കൺസ് പഠിച്ചു. ടോക്കൺസിൽ നമ്മൾ 5 ടോക്കൺസ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് IDE പഠിച്ചു അല്ലേ, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. IDE എന്താണെന്ന് പഠിച്ചു. പിന്നെ ഒരു C++ പ്രോഗ്രാം എഴുതാനും അതുപോലെ തന്നെ ആ പ്രോഗ്രാം എങ്ങനെ റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പം ഇതെല്ലാം റിലേറ്റ് ചെയ്ത് നമ്മൾ 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. അപ്പോൾ ഈ പറഞ്ഞു തന്നതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം പോയിന്റ് റെഫർ ചെയ്യുക. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ see you in the next video. Bye.